ഇന്നത്തെ കരിയർ ഗൈഡൻസ് ക്ലാസ്സിൽ എത്തിച്ചേർന്ന രക്ഷിതാക്കൾ, കുട്ടികൾ, അഭ്യുദയകാംക്ഷികൾ, വിവിധ അസോസിയേഷൻ്റെ ഭാരവാഹികൾ, എല്ലാവർക്കും നമോവാം. പ്രിയമുള്ളവരെ, മാഹിയിലെ 16 അസോസിയേഷൻ്റെ കൂട്ടായ്മയായ യുണൈറ്റഡ് റെസിഡൻസ് അസോസിയേഷൻ മാഹിയിലെ കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന ആദ്യത്തെ ഒരു പൊതു സംരംഭമാണ് ഇന്ന് ഈ വേദിയിൽ നടക്കുന്നത്. ഐഡ്രീം കരിയർ നമ്മോടൊപ്പം ചേർന്ന് കരിയർ ഗൈഡൻസ് ക്ലാസ് നൽകുകയാണ്. ഇനിയും ഇത്തരം പ്രവർത്തനങ്ങളുമായി ഈ അസോസിയേഷൻ മുന്നോട്ട് കരുതനായ ജനറൽ സെക്രട്ടറി ശ്രീ ഷിനോജ് രാമചന്ദ്രൻ നിങ്ങളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്ത് സംസാരിക്കുകയാണ്. അദ്ദേഹത്തെ അതിനായി ക്ഷണിച്ചു കൊടുക്കും. ആദരണീയരെ, പ്രിയമുള്ളവരെ, പ്രിയ വിദ്യാർത്ഥികളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മയ്യഴിയിലെ വിവിധ റെസിഡൻസ് അസോസിയേഷനുകളുടെ കൂട്ടായ്മയായ യുണൈറ്റഡ് റെസിഡൻസ് അസോസിയേഷൻ ഓഫ് മാഹിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് കരിയർ ഗൈഡൻസ്. നമ്മുടെ കുട്ടികൾക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ച് അവരെ നേർവഴിക്ക് നയിക്കാനും അതോടൊപ്പം രക്ഷിതാക്കൾക്ക് സ്വന്തം താല്പര്യങ്ങൾ മാറ്റിവെച്ച് കുട്ടികളുടെ ആഗ്രഹങ്ങളെ അംഗീകരിക്കുവാനുള്ള ഒരു ദിശാബോധം നൽകുവാനുമാണ് ഈ കരിയർ ഗൈഡൻസ് പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ ആദ്യ പരിപാടിക്ക് എല്ലാവരിൽ നിന്നും എല്ലാ വിധത്തിലുള്ള സഹായവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇന്നത്തെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ മാഹി ചീഫ് എഡ്യൂക്കേഷൻ ഓഫീസർ ശ്രീ ഉത്തമരാജ് അവരെ ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇവിടെ ആശംസ അർപ്പിക്കുന്ന എക്സിക്യൂട്ടീവ് എക്സൽ പബ്ലിക് സ്കൂൾ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ പി വിനോദ് അവരെ സ്വാഗതം ചെയ്യുന്നു. പ്രോഗ്രാം സംഘടിപ്പിക്കുന്ന കരിയർ ഗൈഡൻസ് ഫൗണ്ടർ ആൻഡ് CEO മിസ്റ്റർ പ്രവീൺ കുമാർ അവരെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്ന രക്ഷിതാക്കൾ, കുട്ടികൾ, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ എല്ലാവർക്കും എൻ്റെ സ്വാഗതം പറയുന്നു. ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുവാൻ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ശ്രീമതി പ്രസീന ശ്രീജിത്തിനെ വേദിയിലേക്ക് ആദരവോടെ ക്ഷണിക്കുന്നു. അഡ്വക്കേറ്റ് പ്രസീന ശ്രീജിത്ത്, പോണ്ടിച്ചേരി ചൈൽഡ് ലൈഫ് കമ്മീഷൻ മെമ്പർ, ചെമ്പ്ര പ്രതീക്ഷ റെസിഡൻസ് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ അഡ്വക്കേറ്റ് പ്രസീന ശ്രീജിത്തിനെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച് സംസാരിക്കുവാൻ വേണ്ടി ആദരവോടെ ക്ഷണിക്കുന്നു. ഏവർക്കും നമസ്കാരം. നമ്മുടെയൊക്കെ മാഹിയുടെ പ്രിയങ്കരനായ എൻ്റെ ഗുരുവായ CEO സർ ഉത്തമരാജ് സർ ഇന്ന് നമുക്ക് ഇവിടെ ഉദ്ഘാടനം ചെയ്യാനെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് എൻ്റെ വിനീതമായ കൂട്ടുകയും പിന്നെ ഈ വേദി ഒരുക്കി തന്ന എക്സൽ പബ്ലിക് സ്കൂളിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ വിനോദേട്ടൻ, ചെറിയ പ്രായത്തിലെ ഞാൻ കാണുന്നതാണ്, അവർക്കും എൻ്റെ വിനീതമായ കൂട്ടുകയും പിന്നെ ഇന്ന് നമ്മളെ കൂടെ സഹകരിക്കുന്ന ഐഡ്രീം കാരയുടെ സ്ക്വാഡ് ശ്രീ പ്രവീൺ സർ, പിന്നെ നമ്മുടെ സംഘാടകരായ അശോകൻ, ഷിനോജ്, മറ്റ് URA പ്രവർത്തകരെ, ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, ഏവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഇന്ന് ലോക മാതൃദിനമാണ്. ഒരമ്മയായിരിക്കുക എന്ന് പറയുന്നത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുണ്യമായ ഒരു അനുഭവമാണ്. അതിൻ്റെ പേരിൽ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ അമ്മമാർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. നമ്മൾ ഒരു കരിയർ ഗൈഡൻസ് എന്നുള്ളൊരു ആശയമായി മുന്നോട്ട് വന്നപ്പോൾ ഏറ്റവും നല്ല ഒരു ഗൈഡൻസ് കുട്ടികൾക്ക് കൊടുക്കണം എന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് സംഘടന ഈ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. സാധാരണ നമ്മൾ കാണുന്ന പോലെ ചെയ്യാതെ കുറച്ചും കൂടി കുട്ടികൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ ഒരു കരിയർ ഗൈഡൻസ് കൊടുക്കണമെന്നുള്ള ഒരു ഉദ്ദേശശുദ്ധിയോടുകൂടി തന്നെയാണ് നമ്മളിന്ന് ഈ ഒരു പരിപാടി അവതരിപ്പിക്കുന്നത്. URA-യുടെ ആദ്യത്തെ സംഘടനമാണിത്. ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വിദ്യാർത്ഥികളോട് എനിക്ക് സംസാരിക്കാനുള്ളത്,
എടുക്കുന്ന സബ്ജക്റ്റ് ഏതാണ് എന്നതല്ല, ആ സബ്ജക്റ്റിലെ മാസ്റ്റർ ആവുക എന്നതായിരിക്കണം നിങ്ങളുടെ ഉദ്ദേശലക്ഷ്യമില്ലാത്ത കുട്ടികൾ, അതായത് ലക്ഷ്യബോധമില്ലാത്ത കുട്ടികളാണ് നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ സൊസൈറ്റിയിൽ കാണുന്നത്. ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് എടുത്ത് അത്യാവശ്യം നല്ല മാർക്ക് വാങ്ങിച്ചാൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് എടുത്ത് പഠിച്ചു പോവുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി പോവാതെ ലക്ഷ്യത്തോടു കൂടി ലക്ഷ്യം നേടാൻ വേണ്ടി സ്ട്രെയിൻ ചെയ്ത് മുന്നോട്ട് പോവുക. അത് സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിലല്ല, അതിനെയും അതിൻ്റെ രീതിയിൽ കണ്ടുകൊണ്ട് തന്നെ വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. പിന്നെ രക്ഷിതാക്കളോട് പറയാനുള്ളത്, മക്കളുടെ ആഗ്രഹങ്ങളെ ഏത് രീതിയിൽ നിങ്ങൾ പൂർത്തീകരിക്കുന്നുവോ അവരായിരിക്കും സത്യം പറഞ്ഞാൽ ഉത്തമരായ രക്ഷിതാക്കൾ. നമ്മളുടെ ആഗ്രഹങ്ങൾ അവരുടെ മേൽ ഒരിക്കലും അടിച്ചേൽപ്പിക്കാൻ പാടില്ല. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഒരു നല്ല കരിയർ ഗൈഡൻസ് ഇവിടെ ഏറ്റവും അത്യാവശ്യമാണെന്ന് നമുക്ക് തോന്നിയത്. അപ്പം എല്ലാവരും ക്ലാസ്സിലിരിക്കുക, നല്ല രീതിയിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുക, പാരൻസ് കൂടെ സഹായത്തോടു കൂടി നല്ല രീതിയിൽ ഇതൊക്കെ ചെയ്ത് തീർക്കുക. വേറെ എന്താ പറയാനുള്ള സമയമില്ല, സമയമാണ് ഇവിടുത്തെ പ്രശ്നം. ഏറ്റവും പെട്ടെന്ന് ക്ലാസ് തുടങ്ങാനുള്ള എല്ലാ രീതിയിലും ഞങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് കൊണ്ട് തന്നെ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, madam. Respected dignitaries, it was very kind to have heard such words from Kumar sir and Vinod. And it's a privilege. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇതിവിടെ വന്നു നിന്ന് വിത്ത് ദ സപ്പോർട്ട് ഓഫ് യുണൈറ്റഡ് റെസിഡൻസ് അസോസിയേഷൻ ഇന്ന് നമ്മൾ ഈ കരിയർ ഗൈഡൻസ് പ്രോഗ്രാം മാഹിയിൽ എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട് എത്തിക്കുവാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഇതൊരു ബിഗിനിങ് മാത്രമാണ്. ഇതിൻ്റെ കുറച്ചൊരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറയാം. എന്തുകൊണ്ടാണ് ഞാൻ കരിയർ ഗൈഡൻസ് ഫീൽഡിൽ എസ്പെഷ്യലി വന്ന് അതിന് ഒരു വലിയ ഒരു ഹാർട്ട് ഫെൽ ഗ്രാറ്റിറ്റ്യൂഡും താങ്ക്സും എക്സൽ പബ്ലിക് സ്കൂളിലാണ്. ബിക്കോസ് എക്സൽ പബ്ലിക് സ്കൂൾ ഓൾമോസ്റ്റ് സ്റ്റാർട്ടായപ്പോൾ ഞാൻ ഒരു റിക്വസ്റ്റ് പ്ലേസ് ചെയ്തതും കുട്ടികളെങ്ങനെ ആം ഫോഴ്സസിൽ കയറും, എയർഫോഴ്സ്, ആർമി, നേവി. അന്നേരം ഞാനൊരു വർക്ക്ഷോപ്പ് എടുത്തത് ഇവിടെ. അന്നേരത്തെ അതായിരുന്നു എൻ്റെ ഒരു ബിഗിനിങ്. അത് എടുത്തിട്ടിപ്പോൾ 8 years ആയി. 8 years ഈ ജേർണിയിലാണ് ഞാനിപ്പോൾ കരിയർ ഗൈഡൻസ്. അന്ന് നമ്മൾ ഐഡ്രീം കരിയർ ഒരു ചെറിയ സ്ഥാപനമായിരുന്നു. ഇന്ന് നമ്മുടെ യൂണിസെഫിൻ്റെ കൂടെ 17 states, എൻറ്റയർ സ്റ്റേറ്റ് ഗവൺമെൻറ് സ്കൂൾ നമ്മളവിടെ ഉണ്ട്. CBSEൻ്റെ ടെക്നിക്കൽ പാർട്ട്ണറാണ് നമ്മൾ. കുറേ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കമ്പനീസിലൂടെ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. കുറേ ലോ ഇൻകം പോപ്പുലേഷൻ സ്റ്റുഡൻസിലൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. കുറേ ഓർഫൻ സ്റ്റുഡൻസിലൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓൾ അക്രോസ് ഇന്ത്യയിൽ ഇപ്പം ഐഡ്രീം കരിയറിൻ്റെ പ്രസൻസ് ഉണ്ട്. അത് മാത്രമല്ല, ഇപ്പം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പുതിയ വന്നതും അതും കുറേ കരിയർ ഗൈഡൻസിന് കുറേ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതായത് സ്കൂൾ കരിക്കുലം തന്നെ കരിയർ ഗൈഡൻസ് ഇൻ്റഗ്രേറ്റ് ആകണം. നിങ്ങൾ ഏകദേശം 9th, 10th ആവുമ്പോഴത്തേക്ക് ആ കരിയർ ഗൈഡൻസ് പ്രോസസ്, കരിയർ ഗൈഡൻസ് ഒരു വൺ ടൈം ഇൻ്റർവെൻഷൻ അല്ല, അതിങ്ങനെ ഓൺ ഗോയിങ് പ്രോസസ്സാണ്. സോ യു ഓൾ മസ്റ്റ് അണ്ടർഗോ ദ കരിയർ ഗൈഡൻസ് പ്രോസസ്. അത് കുറേ സിസ്റ്റമാറ്റിക് ആയിരിക്കണം, കുറേ സയൻറ്റിഫിക് ആയിരിക്കണം. പിന്നെ ഞാൻ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയുന്നത് വെച്ചാൽ, ഞാൻ അധികം പുറത്താണ് പഠിച്ചത്. ബിക്കോസ് അച്ഛൻ ആർമിയിലായിരുന്നു. എന്നിട്ട് അങ്ങനെ ഞാൻ അവിടെ പുറത്ത് പഠിച്ച്, പിന്നെ ഞാൻ ബാംഗ്ലൂർ മിലിറ്ററി സ്കൂളിൽ പഠിച്ച്, ബോർഡിംഗ് ആയിരുന്നു. ചെറുപ്പത്തിലെ എക്സ്പോസേഴ്സ് കിട്ടി. ഞാൻ ഏത് സമയം നാട്ടിൽ വരുമ്പോൾ, ഞാൻ നാട്ടിലെ കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ എനിക്കിപ്പോൾ ഒരു ഇതിൻ്റെ യുനോ കുറേ മെച്ചുവേർഡാണ്, കുറേ സോഷ്യൽ സ്കിൽസ് ഉണ്ട് ഇവിടെ കുട്ടികൾ. പിന്നെ എങ്ങനെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണം, വെരി റെസ്പോൺസിബിളി. പിന്നെ കുറേ കഴിവുണ്ട്. പക്ഷേ എന്താണെന്ന് പറഞ്ഞൂടാ, ഇപ്പം ഇന്നും എസ്പെഷ്യലി നമ്മുടെ നോർത്ത് കേരള ഞാൻ ഉദ്ദേശിക്കുന്നത്, അത്ര കുട്ടികൾ അത്രയും നല്ല കരിയർ കുറേ പേര് ആസ്പയർ ചെയ്യുന്നില്ല. ആസ്പിറേഷൻ ഒരു വലിയ പ്രശ്നമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒരു സെഷൻ എടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞൊരു എങ്ങനെയൊക്കെ വെച്ച് വാട്ട് യു വോണ്ട് ടു ബിക്കം ഫിനാൻഷ്യൽ അനലിസ്റ്റ് ഒരു കരിയറാണ്. എന്നിട്ട് അതിൻ്റെ ഒരു പറഞ്ഞില്ല, അതെനിക്കറിയണം, ഞാൻ ബാങ്ക് ക്ലർക്കാണ് ആഗ്രഹിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഹാവ് ഹൈ ആസ്പിറേഷൻ. അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. അറ്റ്ലീസ്റ്റ് ലെറ്റ് സ്റ്റാർട്ട് ഫ്രം ദേർ. ലെറ്റ്സ് ബിഗിൻ വിത്ത് എ ഹൈ ആസ്പിറേഷൻ. എന്തുകൊണ്ട് പറ്റില്ലെന്ന് പറഞ്ഞു, എസ്പെഷ്യലി ദ സ്റ്റുഡൻസ് ഫ്രം കേരള. എന്തുകൊണ്ട് പറ്റില്ല? നമ്മളെ ക്വാളിറ്റി ഓഫ് ലൈഫ് തന്നെയാണ്, ഹെൽത്ത് തന്നെയാണ്, എൻവയറമെന്റ് തന്നെയാണ്. നമ്മളെ പേരൻസ് കുറേ എലൈൻഡാണ്. അവർ പ്രീവിയസ് ജനറേഷൻ ഹാർഡ് വർക്ക് ചെയ്ത് നല്ല സെക്യൂർഡ് ലൈഫ് നമുക്ക് തന്നിരിക്കുന്നത്.
അത് എന്തുകൊണ്ട്, വൈ നോട്ട്? സോ ഇതൊരു ബിഗിനിങ് ആണ്. ആൻഡ് അഗൈൻ ഇന്നിവിടെ 90 സ്റ്റുഡൻസ് ഉണ്ടാവും, 10th ഉണ്ടാവും. ഇപ്പം എൻ്റെ കൂടെ ഐഡൽ കരിയറിൽ മിസ് സന്ധ്യ മുകുന്ദനും ജോയിൻ ചെയ്തിട്ട് ഷീസ് എ സീനിയർ കരിയർ ഡോക്ടർ. അവരിപ്പം ഇനി സെഷൻ എടുക്കും നിങ്ങൾ. അതിൽ കംപ്ലീറ്റ് പ്രോസസ് പറഞ്ഞു തരും. എന്തെല്ലാം എങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യണം, 9th എന്ത് ചെയ്യണം, 10th എന്ത് ചെയ്യണം. 10th ഒരു കാര്യം മനസ്സിലാവും, 10th is the stage when you make the first biggest decision of your life. Because ഒരു സബ്ജക്ട് സ്ട്രീം ചൂസ് ചെയ്ത്, സോ അത് നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റേജ് ആണ്. ബിക്കോസ് നിങ്ങൾ റോങ് സ്ട്രീം ചൂസ് ചെയ്ത് പോകുന്നത് അത് നിങ്ങൾ ത്രൂ ഔട്ട് ലൈഫ് നിൽക്കും. അല്ലെങ്കിൽ പിന്നെ 11th 12th അത് നിങ്ങൾക്ക് ഒരു വലിയ ഹർഡിലായി മാറും. വെൽഫെയർ വൈസ് കുറേ കാര്യങ്ങൾ, അങ്ങനെ കുറേ നല്ല കാര്യങ്ങൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ് ഇനീഷ്യേറ്റീവ് ബൈ ദ യുണൈറ്റഡ് റെസിഡൻസ് അസോസിയേഷൻ. എന്നിട്ട് നമുക്കിങ്ങനെ ഇനിയും കുറേ ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാം. And so thank you once again for your kind words and for this opportunity to interact with the students. Thank you so much. Thank you, Kumar. Education Officer Sri Uttamaraja സാറെ ഈ കർമ്മ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ ചടങ്ങിൻ്റെ പ്രിയങ്കരനായ അധ്യക്ഷ അഡ്വക്കേറ്റ് പ്രസീന ശ്രീധർ ഔപചാരികമായി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. വളരെ അർത്ഥവത്തായ വാക്കുകളിലൂടെ സാറെ ആശംസ അർപ്പിക്കാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അത് ഈ ചടങ്ങിൻ്റെ മുഖ്യാതിഥി എൻ്റെ സുഹൃത്ത് ശ്രീ ഉത്തമരാജ്, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഈ പരിപാടിക്ക് കൃതജ്ഞത രേഖപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ചുമതല. ഞാൻ ആദ്യം കൃതജ്ഞത രേഖപ്പെടുത്തുന്നത് ആശ്രയ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാഗമായിട്ടുള്ള ഷാനിഷിനാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ പ്രോഗ്രാം ഇവിടെ പ്ലാൻ ചെയ്തത്, അതായത് തുടക്കത്തിൽ ഇതിൻ്റെ ബീജം കൊണ്ടുവന്നത് ഷാനിഷാണ്. തീർച്ചയായും അദ്ദേഹത്തിന് ഇത് കിട്ടിയിട്ടുള്ളത് പ്രവീൺ കുമാർ സാറിനായിരിക്കാം. പക്ഷെ അദ്ദേഹമാണ് ഈ നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഇങ്ങനെയൊരു പ്രോഗ്രാം നമുക്ക് നടത്തണം എന്ന് പറഞ്ഞതും ഈ പരിപാടി ഇന്നിവിടെ നടത്തുന്നു. അതുകൊണ്ട് ഷാനിഷിന് നമ്മുടെ യുണൈറ്റഡ് റെസിഡൻസ് അസോസിയേഷൻ്റെ പേരിൽ ഞാൻ ആദ്യം നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത് നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ മാഹിയുടെ വിദ്യാഭ്യാസ മേലധികാരി ശ്രീ ഉത്തമരാജ് സാറിന് യുണൈറ്റഡ് റെസിഡൻസ് അസോസിയേഷൻ്റെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ പരിപാടിയിൽ ആശംസ അർപ്പിച്ച ശ്രീ വിനോദട്ടൻ, നമ്മുടെ ഈ സ്കൂളിലെ എല്ലാമായ നമുക്ക് ഈ പ്രോഗ്രാം ഇവിടെ നടത്താൻ എല്ലാ സഹായവും ചെയ്തു വന്ന ശ്രീ വിനോദട്ടന് യുണൈറ്റഡ് റെസിഡൻസ് അസോസിയേഷൻ്റെ പേരിൽ ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. ഈ പരിപാടിയിൽ ഇനി ഉള്ള കാലാംശത്തിൽ 10 മണിക്ക് ശേഷം നടക്കുന്ന കാലാംശത്തിൽ നമ്മുടെ വിദ്യാർത്ഥികളെ എങ്ങോട്ട് കൊണ്ടുപോകണം എന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായി മാർഗനിർദ്ദേശം നൽകുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന കരിയർ ഗൈഡൻസ് പ്രോഗ്രാമിൻ്റെ ഐഡ്രീം ഭാരവാഹികളായിട്ടുള്ള ശ്രീ പ്രവീൺ കുമാർ സാറിനും അദ്ദേഹത്തിൻ്റെ ടീമിനും ഈ യുണൈറ്റഡ് റെസിഡൻസ് അസോസിയേഷൻ്റെ പേരിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇന്നത്തെ യോഗത്തിൽ അധ്യക്ഷം വഹിച്ച നമ്മുടെ വൈസ് പ്രസിഡന്റ് പ്രസീന വക്കീൽ, അതേപോലെ സ്വാഗതം പറഞ്ഞ ശ്രീ ഷിനോരാമേന്ദ്രൻ, വ്യത്യസ്ത റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ ഈ പ്രോഗ്രാമിന് വേണ്ടി വളരെയേറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ഭാരവാഹികൾക്കും ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള അസോസിയേഷൻ്റെ എല്ലാ ഭാരവാഹികൾക്കും യുണൈറ്റഡ് റെസിഡൻസ് അസോസിയേഷൻ്റെ പേരിൽ രേഖപ്പെടുത്തുകയാണ്. ഈ പരിപാടിയുടെ ബാക്ക്ഗ്രൗണ്ട് അനൗൺസറായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള ശ്യാമാഷ്ക്ക് യുണൈറ്റഡ് റെസിഡൻസിൻ്റെ പേരിൽ രേഖപ്പെടുത്തുകയാണ്. ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും അതേപോലെ രക്ഷിതാക്കൾക്കും ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും യുണൈറ്റഡ് റെസിഡൻസ് അസോസിയേഷൻ രേഖപ്പെടുത്തുകയാണ്. ഈ പ്രോഗ്രാം ഇന്ന് ഇതിൻ്റെ ബിഗിനിങ് ആണ് എന്ന് പ്രവീൺ കുമാർ സാർ പറഞ്ഞു. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ട്. ആ സമയത്തും നമ്മുടെ എല്ലാവരുടെയും സഹായം നമുക്ക് ആവശ്യമുണ്ട്, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമുണ്ട്. ആ സമയത്തും നമുക്കെല്ലാ സഹായവും ചെയ്തു വരാൻ ഇതിൻ്റെ ഓരോ സമയത്തും ഓരോ തരത്തിലുള്ള ആൾക്കാരുടെ സഹായമായിരിക്കും ആവശ്യമുള്ളത്.
ചിലപ്പോൾ CEO ആവശ്യമുണ്ടാകും, ചിലപ്പോൾ സ്കൂളിൻ്റെ ആവശ്യമുണ്ടാകും, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ആവശ്യമുണ്ടാകും. ആ ആവശ്യത്തിനെല്ലാം നമുക്ക് എല്ലാവരുടെയും സഹായം ആവശ്യമുണ്ട്. എങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ. അതുകൊണ്ട് ഇന്നിവിടെ ഈ പ്രോഗ്രാമിന് വേണ്ടി സഹകരിച്ച മുഴുവൻ ആളുകളോട് ആരെങ്കിലും പ്രത്യേകിച്ച് വിട്ടുകൊടുക്കണം, അവർക്കെല്ലാവർക്കും യുണൈറ്റഡ് റെസിഡൻസ് അസോസിയേഷൻ്റെ എല്ലാവിധത്തിലുള്ള കൃതജ്ഞതപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. ഭാവിയിൽ